പി എസ് സിയിൽ കറക്റ്റ് ഇരുന്നിട്ട് ജോലി കിട്ടാതായിട്ട് ആരുമില്ല. എൻ്റെ നാട്ടിലുള്ളവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1-2 വർഷം കറക്റ്റ് ഈ പി എസ് സിയുടെ പാറ്റേണും കാര്യങ്ങളും പഠിച്ച് കറക്റ്റ് ഫോളോ ചെയ്ത് അവരൊക്കെ ഇപ്പോൾ സർവീസ് കയറി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇത് പഠിച്ചാൽ എന്തായാലും കിട്ടും. അങ്ങനെയാണ് ഞാൻ പി എസ് സിയിലേക്ക് വരുന്നത്. ഡെയിലി റീഡിങ്ങിന് വരലും രാത്രി അത് 24 മണിക്കൂർ ബോയ്സിന് അവിടെ റീഡിങ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു എയ്സിൽ. അപ്പോൾ ആ റീഡിങ് ഫെസിലിറ്റി മാക്സിമം നമ്മൾ യൂസ് ചെയ്തു. എയ്സിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമിൽ വന്നിട്ടുള്ള തെറ്റുകൾ വീണ്ടും അടുത്ത എക്സാമിൽ വരുത്തരുത് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പല രീതിയിലും എനിക്ക് പറ്റിയിട്ടുള്ള കുറവുകൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഒന്നാമത്തെ എക്സാമിൽ എനിക്ക് എന്താ പറ്റിയതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ആ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തു. പി എസ് സിക്ക് വരുമ്പോൾ അധികം ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് എങ്ങനെയായാലും കിട്ടും. അതിന് പോയിട്ട് കാര്യമില്ല, കുറേ സമയമെടുക്കും, നമ്മുടെ സമയനഷ്ടമാണ്, അതാണ്. അപ്പോൾ ആ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ നമ്മൾ ജസ്റ്റ് കേട്ട് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കി വിടാമെന്ന് മാത്രമേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രസാദ്. ഞാൻ വരുന്നത് മലപ്പുറത്തു നിന്നാണ്. ഞാൻ നിലവിലെ CPOയുടെ റാങ്ക് ലിസ്റ്റിലുണ്ട്. അതിൻ്റെ അഡ്വൈസ് വന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി CPO കൂടാതെ ഞാനുള്ള ലിസ്റ്റ് എന്ന് പറഞ്ഞത് BF-ആണ്, അത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അടുത്ത മാസം അല്ലെങ്കിൽ ജനുവരി ഒക്കെ ആയിട്ട് വിടും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഡിഗ്രി പഠനം കഴിഞ്ഞതിന് ശേഷമാണ് പി എസ് സിയിലേക്ക് വരുന്നത്. ഞാൻ ഡിഗ്രി BSc ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പുറത്തോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നതിന് ഒരു താല്പര്യം ഉണ്ടായില്ല. പെട്ടെന്നൊരു ജോബ് വേണമെന്നുള്ളൊരു താല്പര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് പി എസ് സിയിലേക്ക് പോയിക്കും, പി എസ് സിയിൽ പഠിച്ചാൽ മതി, കറക്റ്റ് ഒരു വർഷം അല്ലെങ്കിൽ കറക്റ്റ് പഠന രീതികൾ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയാൽ എങ്ങനെയായാലും ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അല്ലേ, എൻ്റെ ഫ്രണ്ട്സ് ഇതിന് മുമ്പും ഓല് ഇതേ PSc പഠിച്ചിരുന്നു. അവരൊക്കെ ഇതേമാതിരി ജോബ് ലഭിച്ചിട്ടുണ്ട് പി എസ് സിയിൽ. അങ്ങനെ പി എസ് സിയിൽ കറക്റ്റ് ഇരുന്നിട്ട് ജോലി കിട്ടാതായിട്ട് ആരുമില്ല. എൻ്റെ നാട്ടിലുള്ളവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1-2 വർഷം കറക്റ്റ് ഈ പി എസ് സിയുടെ പാറ്റേണും കാര്യങ്ങളും പഠിച്ച് കറക്റ്റ് ഫോളോ ചെയ്ത് അവരൊക്കെ ഇപ്പോൾ സർവീസ് കയറി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇത് പഠിച്ചാൽ എന്തായാലും കിട്ടും. അങ്ങനെയാണ് ഞാൻ പി എസ് സിയിലേക്ക് വരുന്നത്. അപ്പോൾ പി എസ് സിയിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് തോന്നിയത് എവിടെ ചേരണം, അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഓൺലൈനായിട്ട് എടുക്കണോ ഓഫ്ലൈനാണോ എന്നതിനെ കുറിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അതായത് പിന്നെ പി എസ് സിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിട്ടില്ല, ഒരു ബേസും ഇല്ല, എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സാണ് കൂടുതൽ ചൂസ് ചെയ്തത്. കാരണം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പി എസ് സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി. അങ്ങനെ നോക്കിയപ്പോൾ മലപ്പുറത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എയ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എയ്സിൽ വന്ന് ജോയിൻ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എയ്സിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ എയ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ പി എസ് സി പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം എഴുതിയ എക്സാം സിവിൽ പോലീസ് ഓഫീസറുടെ എക്സാം തന്നെയാണ്. അതിൽ എനിക്ക് കട്ട് ഓഫ് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതായത് ജോലി കിട്ടിയിട്ടില്ല. അത് വലിയ ലിസ്റ്റായിരുന്നു അത്. അപ്പോൾ അതിൽ കട്ട് ഓഫ് എനിക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ തന്നെയായിരുന്നു. പക്ഷേ അതിലെനിക്ക് വലിയ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കിലായിരുന്നു. അത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് മുന്നിൽ അല്ലെങ്കിൽ മുൻ റാങ്കിലേക്ക്, ഏറ്റവും മുന്നിലുള്ള റാങ്കിലേക്ക് വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് കുറേ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് ടെൻഷനും കാര്യങ്ങളും, എങ്ങനെയാണ് ഒരു എക്സാം ഹാളിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ കുറേ പോരായ്മകൾ എനിക്ക് അന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മനസ്സിലായത് ആ ഒരു എക്സാം എഴുതിയതിന് ശേഷം. കാരണം കട്ട് ഓഫ് കടന്നും ചെയ്തു, എന്നാൽ ജോലി കിട്ടിയിട്ടില്ല. ബാക്കി കൂടെയുള്ളവരൊക്കെ ഇതേമാതിരി ആ സമയത്ത് എക്സാം എഴുതിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നം എന്താണെന്ന് ആ ഒരു ഒറ്റ എക്സാമോട് കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ എക്സാം എഴുതിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പി എസ് സിയെ ഒന്നും കൂടി കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചു. എങ്ങനെയാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ള ടെൻഷൻ കാരണമാണ് എനിക്ക് ഫസ്റ്റ് എക്സാമിൽ അല്ലെങ്കിൽ എഴുതിയിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാതിരുന്നത്. അപ്പോൾ ആ ഒരു രീതി ഞാൻ മുഴുവനായിട്ടും ഒഴിവാക്കിയത് ഈ ഒരു ഒറ്റ എക്സാമോട് കൂടിയാണ്. അങ്ങനെ അതിന് ശേഷമാണ് രണ്ടാമത് CPOയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് രണ്ടാമത് CPOയിൽ എനിക്ക് നല്ല റാങ്കോട് കൂടി മുന്നിലേക്ക് വരാൻ കഴിഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഡെയിലി റീഡിങ്ങിന് വരലും രാത്രി അത് 24 മണിക്കൂർ ബോയ്സിന് അവിടെ റീഡിങ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു എയ്സിൽ. അപ്പോൾ ആ റീഡിങ് ഫെസിലിറ്റി മാക്സിമം നമ്മൾ യൂസ് ചെയ്തു. എയ്സിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് 24 മണിക്കൂറും നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. കൂടാതെ തന്നെ ഇനി എന്തെങ്കിലും ബുക്കുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എയ്സിലെ ലൈബ്രറിയിൽ പോയാൽ നമുക്ക് ലഭിക്കുമായിരുന്നു. ഏത് ബുക്ക് വേണമെങ്കിലും, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെതാണെങ്കിലും മലയാളമാണെങ്കിലും കറണ്ട് ആണെങ്കിലും ഏത് ടോപ്പിക്കുമായിട്ട്, സയൻസ് പരമായിട്ടാണെങ്കിൽ അങ്ങനെ ഏത് ടോപ്പിക്കുമായിട്ടുള്ള ബുക്കുകളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. ഏത് സമയത്തും വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യായിരുന്നു. നമ്മുടെ പഠനം അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
ഫസ്റ്റ് എക്സാമിൽ വന്നിട്ടുള്ള തെറ്റുകൾ വീണ്ടും അടുത്ത എക്സാമിൽ വരുത്തരുത് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പല രീതിയിലും എനിക്ക് പറ്റിയിട്ടുള്ള കുറവുകൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഒന്നാമത്തെ എക്സാമിൽ എനിക്ക് എന്താ പറ്റിയതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ആ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തു. അതിൽ റീഡിംഗ് ആണ്, മെയിനായിട്ട് റീഡിംഗ് ആണ്. മാക്സിമം ടൈം റീഡ് ചെയ്യുക, അത് വായിക്കുക എന്നുള്ളതാണ്. ഒന്നാമത് PSC എന്നുള്ള ഒരു എക്സാം എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു സിലബസ്. അതിൻ്റെ സിലബസ് എന്നല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, പല രീതിയിലും പഠിക്കാനുണ്ട്. സയൻസിലായാലും GK ആയാലും, GK എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി, അങ്ങനെ ഒരുപാട് ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ റീഡ് ചെയ്യണം, അത് വായിക്കണം എന്നല്ല, വായിക്കുന്നതിന് കൂടെ തന്നെ അത് റിവൈസും ചെയ്യണം. റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ പരീക്ഷകളിൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും, കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഇങ്ങനെ കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്നതൊക്കെ ഒഴിവാക്കണമെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. അപ്പോൾ 24 മണിക്കൂറിൽ കിട്ടുന്ന 24 മണിക്കൂറും റീഡ് ചെയ്യാമെന്നല്ല, എങ്കിലും ആ 24 മണിക്കൂർ നമുക്കിവിടെ കിട്ടുന്ന അവൈലബിലിറ്റി യൂസ് ചെയ്തിട്ട് മാക്സിമം നമ്മൾ എന്തിട്ടുണ്ട്, വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ വായിക്കുന്നതിനോടൊപ്പം തന്നെ ദിവസവും എക്സാം ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒരു ദിവസം പോലും എക്സാം എഴുതാതെ കൂടാതെ എല്ലാ ദിവസവും എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് മാക്സിമം ഒന്നെങ്കിൽ നമ്മുടെ ഫോണിലോ അവിടെയൊക്കെ ലഭിക്കും, അല്ലെങ്കിൽ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, അതിൽ നിന്ന് ലഭിക്കും എക്സാമുകളുണ്ട്. അത് സ്വന്തമായിട്ട് വരുത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ എയ്സിൽ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത അവർ എല്ലാ വീക്കും വരുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വരുത്താതെ എയ്സ് വരുത്തുന്നുള്ളതുകൊണ്ട് എയ്സിലുള്ള തൊഴിൽ വീതി, തൊഴിൽ വാർത്ത യൂസ് ചെയ്തു. അതിലുള്ള എല്ലാ എക്സാമും, ഈ പോലീസിലേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോലീസ് മാത്രമല്ല എല്ലാ എക്സാമും ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എക്സാം എഴുതുമ്പോഴാണ് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. നമുക്ക് മെയിൻ പ്രശ്നം ഇപ്പോൾ PSCക്ക് എഴുതുന്ന ഒരാളെ സംബന്ധിച്ചുള്ള മെയിൻ പ്രശ്നം നെഗറ്റീവുകൾ കൂടുതൽ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നെഗറ്റീവുകൾ കൂടുതൽ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്തായാലും എക്സാം എഴുതണം. അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് കുറേ അടിക്കാം. അപ്പോൾ ആദ്യം എക്സാമൊക്കെ എഴുതുമ്പോൾ നമുക്ക് അധികം 20ൻ്റെ മേലെ അല്ലെങ്കിൽ 30ൻ്റെ മേലൊക്കെ നെഗറ്റീവ് നല്ലോണം വരും. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിലേക്ക് ചടച്ചു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിർത്തരുത്. അപ്പോൾ ഈ നെഗറ്റീവ് എന്തായാലും വരും, എല്ലാവർക്കും വരും. ഇപ്പോൾ എത്ര പഠിക്കുന്നവനാണെങ്കിലും നെഗറ്റീവ് ഉണ്ടാവും. ഈ നെഗറ്റീവ് കുറച്ച് കൊണ്ട് വരിക എന്നതാണ് PSCയെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനെ കുറച്ച് വരണമെങ്കിൽ നമ്മൾ മാക്സിമം എക്സാം ചെയ്യാനാണ്. അപ്പോൾ എക്സാം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഇതേമാതിരി തൊഴിൽ വീതി, തൊഴിൽ വാർത്തകളൊക്കെ ഇന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത് കൂടുതൽ എഴുതിയിട്ടുണ്ട്, ദിവസവും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും എക്സാം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ നാട്ടിൽ ഒരുപാട് പേര് ഇതേമാതിരി PSCയിൽ പ്രിപ്പയർ ചെയ്ത് ജോലി ലഭിച്ചവരുണ്ട്. അപ്പോൾ ഞാൻ ഈ PSCയിലേക്ക് വന്നപ്പോഴും അവർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പോയിക്കോ, എന്തായാലും കിട്ടും, കറക്റ്റ് പഠിച്ചാൽ മതി, കറക്റ്റ് ഫോളോ ചെയ്ത് പഠിച്ചാൽ മതി, സിലബസ് കറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് പഠിച്ച് ജോലി കയറി അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഞാനും ഫോളോ ചെയ്ത്. പിന്നെ വീട്ടിലുള്ളവരും സപ്പോർട്ടായിരുന്നു. പിന്നെ അവർക്ക് ഈ ഒരു PSCയുടെ ഒരു പ്രൊസീജിയറിൽ ഉണ്ടാകുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ 2022 ഈ എക്സാമിൻ്റെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന എക്സാമിൻ്റെ 24 അതിൻ്റെ അഡ്വൈസും അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കാലതാമസം ഉണ്ടാകുമ്പോൾ വീട്ടുകാർക്ക് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, ഇതുവരെ ഒന്നും ആയില്ലേ എന്നുള്ളൊരിത്. നമ്മൾ പറഞ്ഞു PSCയെ കുറിച്ച് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് വീട്ടുകാർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു PSC ഇങ്ങനെയാണ്, അതിൻ്റെ ഓരോ പ്രൊസീജിയറിന് ഇതിന് സമയം ഉണ്ടാവും, നമ്മളെ പരിപാടി ചെയ്യുക, അത് നമ്മൾ പഠിക്കുക, കറക്റ്റ് എക്സാം വരുമ്പോൾ ആ സമയത്ത് കറക്റ്റ് എക്സാമിനുള്ള രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പോയിട്ട് എക്സാം എഴുതുക, അത്രയും നമ്മൾ കൊണ്ട് ചെയ്യണം. ആ പണി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. ബാക്കി PSCയുടെ ഭാഗത്തു നിന്നുള്ളത് അതെന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് ആ എക്സാം അല്ലെങ്കിൽ PSC എന്നുള്ള സംഭവം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. അല്ലാതെ അതിൽ നിർത്തി അല്ലെങ്കിൽ കുറേ ടൈം എടുക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് നിർത്തിപ്പോകരുത്. അത് തുടങ്ങി വെച്ചിട്ട് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഒരു കാര്യം തുടങ്ങി വെച്ച് പകുതിക്ക് പോകുക, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സമയം എടുക്കുക, അങ്ങനെ വെച്ച് നിർത്തി നമ്മളൊരു കാര്യം ചെയ്ത് അത് തീരുന്നവരെ, അത് കംപ്ലീറ്റ് ആകുന്നവരെ അതിലേക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ച് അങ്ങനെ അത് ചെയ്യുക. അല്ലാതെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇതേപോലെ നമ്മളിപ്പോൾ PSCക്ക് വരുമ്പോൾ അധികം ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് എങ്ങനെയായാലും കിട്ടും. അതിന് പോയിട്ട് കാര്യമില്ല, കുറേ സമയം എടുക്കും, നമ്മളെ സമയം നഷ്ടമാണ്, അതാണ്. അപ്പോൾ ആ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ നമ്മൾ ജസ്റ്റ് കേട്ട് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കി വിടുക എന്ന് മാത്രമേ ഉള്ളൂ പറയാനുള്ളത്. അല്ലാതെ അത് കേട്ടിട്ട് ശരിയാണെന്നുള്ള നമ്മളെന്തായാലും ഇതിലേക്ക് ഇറങ്ങി ഒരു വട്ടം നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചെങ്കിൽ അതൊന്ന് ചെയ്ത് അല്ലെങ്കിൽ അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്ന് ശ്രമിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അല്ലെങ്കിൽ നമ്മൾക്കിത് കിട്ടില്ല. നമ്മൾ കുറേ എക്സാം എഴുതിയിട്ട് എത്ര ചെയ്തിട്ട് നമുക്കത് റെഡി ആകുന്നില്ലെങ്കിൽ ഓക്കെ, എന്നെക്കൊണ്ടത് കഴിയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം. അല്ലെങ്കിൽ നമ്മളിതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ കമൻറ്റ് കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും നിർത്താൻ പാടില്ല. നമ്മളിതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ എക്സാം അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മളതിലേക്ക് എന്ത് ചെയ്യുക, അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് ഒഴിവാക്കി വിടുക, അത് അവരുടെ പണിയാണ്. അതിപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലേക്ക് എഴുതിയാലും അതിനെതിരെ നെഗറ്റീവ് കമൻറ്റ് പറയാൻ എങ്ങനെയായാലും ചുറ്റിലുള്ള ആൾക്കാരുണ്ടാവും.
നമ്മളത് നോക്കണ്ട, അത് അതേ രീതിയിൽ വിടുക. അവരോട് തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒന്നും അല്ലെങ്കിൽ കേട്ടിട്ട് ജസ്റ്റ് അതേമാതിരി വിടുക. നമ്മളത് ഉള്ളിലെടുക്കാനൊന്നും ചെയ്യേണ്ട. നമ്മളെ പണി, അതായത് എക്സാം വരുന്നുണ്ട്, എക്സാമിന് വേണ്ടി പഠിക്കണം, ആ രീതിയിൽ മാത്രം മുന്നോട്ട് പോകും. ഇനി പുതുതായിട്ട് PSCയിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വരുന്ന എല്ലാ എക്സാമിനും വേണ്ടിയിട്ടല്ല, ചിലവരെന്ത് ചെയ്യും, അവർ പഠിച്ചപ്പോൾ LP UP എക്സാം ആയിക്കോട്ടെ, ഇനി ഫോഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതേപോലെ CPO, ഫയർ, എക്സൈസ്, BT അങ്ങനെ ഫോഴ്സിൽ അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ ഡിഗ്രി ലെവലാണെങ്കിൽ, അപ്പോൾ ഏത് എക്സാമിന് വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് എക്സാമിന് പുതുതായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഏതിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഫുൾ സിലബസ് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. സിലബസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കറക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഓരോ ടോപ്പിക്കിന് എത്ര മാർക്കാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 5 മാർക്ക്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഫോഴ്സിലൊക്കെ ആണെങ്കിൽ 8 മാർക്കായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സിലബസ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാവും, ഏത് ടോപ്പിക്ക് അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ മാർക്ക് വരുന്നത് എന്ന്. അപ്പോൾ ആ ഭാഗം മാക്സിമം, അല്ലെങ്കിൽ ആ ഭാഗം കൂടുതൽ പഠിക്കാൻ നോക്കുക, അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ചില ഏരിയകളിലൊക്കെ 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് അങ്ങനെയൊക്കെ കിട്ടുന്ന ഏരിയാസ് ഉണ്ടാവും. അത് നോക്കരുതെന്നല്ല, അത് കുറച്ച് ബാക്കിലോട്ടാക്കിയിട്ട് മാക്സിമം മാർക്ക് എവിടെയാണോ കൂടുതൽ കിട്ടുന്നത് ആ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ എക്സാം കൂടുതൽ എഴുതുമ്പോൾ, ഇപ്പോൾ PSCയുടെ എക്സാം എഴുതുമ്പോൾ തന്നെ PSCക്ക് ചില ഇഷ്ടമുള്ള ടോപ്പിക്കുകളുണ്ടാവും. അവരുടെ എല്ലാ എക്സാം എടുത്താലും ചില ടോപ്പിക്കുകൾ സ്ഥിരമായിട്ട് വരും. ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില ടോപ്പിക്കുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ PSCയുടെ എക്സാമുകൾ ഡെയിലി നമ്മൾ ചെയ്ത് നോക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഈ എക്സാമുകൾ കണ്ടു നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് സോർട്ട് ചെയ്ത് അതും മാക്സിമം പഠിക്കുക. അങ്ങനത്തത് ആദ്യം പഠിച്ചെടുക്കുക. അതായത് PSC സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്കുകളുണ്ട്, ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചെടുക്കുക. ഏതൊക്കെയാണെന്ന് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ആദ്യം പഠിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് പോയത് ശരിക്കും പഠിച്ചെടുക്കുക. അത് ബാക്കിയുള്ളത് പഠിക്കരുതെന്നല്ല, ഇത് ആദ്യം പഠിക്കണം. അപ്പോൾ ഇതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അങ്ങനെ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പിന്നീട് നമ്മൾ എക്സാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നമ്മൾ കാരണം PSC സ്ഥിരം ചോദിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ എക്സാം എഴുതുമ്പോൾ, അല്ലെങ്കിൽ PSCയുടെ എക്സാം എഴുതുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ കാണുകയും അത് നമുക്ക് അറ്റൻഡ് ചെയ്ത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ അങ്ങനെ പഠിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ട് വരിക. പിന്നെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കറണ്ട് അഫയേഴ്സ് ഒരിക്കലും ഒഴിവാക്കി വിടരുത്. കാരണം നമ്മളിപ്പോൾ എത്ര കറണ്ട് അഫെയർ ഇപ്പോൾ പഠിക്കേണ്ട, ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്ത് കറണ്ട് അഫെയർ ഒഴിവാക്കിയത് കറണ്ട് അഫെയർ കറക്റ്റ് എന്ത് ചെയ്യുക, കൂടെ തന്നെ കൊണ്ടുപോകുക. കാരണം കറണ്ട് അഫെയറും കൂടി എന്തായാലും വേണം. കാരണം ഇപ്പോൾ കറണ്ട് അഫെയർ 10 മാർക്കിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചോദിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കറണ്ട് അഫെയർ നല്ലോണം നമ്മൾ എന്ത് ചെയ്യണം, ദിവസം ഒരു ഇത്ര മണിക്കൂർ, ഒരുപാട് സമയം വേണ്ട, ഒരു അരമണിക്കൂർ എന്നുള്ള രീതിയിൽ ദിവസം കറണ്ട് അഫെയർ എന്ത് ചെയ്യുക, ഇങ്ങനെ പഠിച്ച് പോവുക. അതിൽ തന്നെ നമ്മളിപ്പോൾ 2024 വരികയാണെങ്കിൽ അന്നത്തെ മെയിനായിട്ടുള്ള അവാർഡുകൾ, ഓസ്കാർ ആയാലും നൊബേൽ പ്രൈസ് ആയാലും ഒക്കെ ആണെങ്കിൽ അത് അവാർഡുകളൊക്കെ അപ്പോൾ കറക്റ്റ് ഫോളോ ചെയ്ത് പോവുക. പിന്നെ അപ്പോയിൻമെൻറ്റ്സ്, ഇപ്പോൾ സെൻട്രലുള്ളതാണെങ്കിലും കേരളത്തിലുള്ളതാണെങ്കിലും ആ അപ്പോയിൻമെൻറ്റ്സ്, ഞാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ മാക്സിമം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവാർഡുകളെ കൊടുത്ത്, അത് അപ്പോയിൻമെൻറ്റ്സ്, അത് കൂടുതലും നോട്ട് ചെയ്ത് അത് മാക്സിമം പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറണ്ട് അഫെയർ ദിവസം എന്ത് ചെയ്യുക, ഒരു മണിക്കൂർ കറക്റ്റ് കൊണ്ടുപോകുക. ദിവസം കൊണ്ടുപോകുന്നത് അത്രയും നല്ലതാണ്. കറണ്ട് അഫെയർ ലാസ്റ്റിക്ക് നോക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. കറണ്ട് അഫെയർ ആണ് നമ്മളെ റാങ്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി മുന്നിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നോക്കുക. പിന്നെ നമുക്ക് എവിടെയാണോ വീക്കായിട്ടുള്ളത്, ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ടോപ്പിക്കും ഒരുപോലെ കഴിയണമെന്നുണ്ടാവില്ല. കാരണം ഓരോരുത്തരനുസരിച്ചാണ്. ചിലവർക്ക് മാത്സ് ഈസി ആയിരിക്കും, GK ചിലപ്പോൾ ഹിസ്റ്ററി ഒന്നും ചിലപ്പോൾ അധികം ചെയ്യാൻ കഴിയുന്നില്ല. ചിലർക്ക് GK ആയിരിക്കും എളുപ്പം, മാത്സ് ഭയങ്കര. അപ്പോൾ നമുക്ക് വീക്കായിട്ടുള്ള ഭാഗം ഒഴിവാക്കുക എന്നുള്ള ഒരു രീതിയെ ഈ PSCയിൽ വരാൻ പാടില്ല. നമുക്ക് വീക്കായിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ ആ വീക്ക് നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ പഠിക്കുക. അപ്പോൾ പൊതുവേ അധികവും മാത്സും ഇംഗ്ലീഷും ഒക്കെ ആയിരിക്കും അധികം ആൾക്കാർക്കും വീക്കായിട്ടുള്ളത്. ഞാൻ സയൻസ് ഡിഗ്രിയാണ് കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് മാത്സ് അധികം ടഫായിട്ട് തോന്നിയിട്ടില്ല, ഈസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ നോക്കിയപ്പോൾ അവർക്ക് ഇതേമാതിരി മാത്സൊക്കെ ഭയങ്കര പ്രയാസമുള്ളതായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, മാക്സിമം മാത്സ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ വീക്കായിട്ടുള്ള ഏരിയാസിൽ കൂടുതൽ അവർ ഫോക്കസ് ചെയ്തു. കാരണം മാത്സൊക്കെ ഒരിക്കലും നമുക്ക് മിസ്സാക്കാൻ പാടില്ല. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യന് മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് കിട്ടില്ല. മാത്സൊക്കെ പെട്ടെന്ന് അത് കൺഫ്യൂഷൻ വരാനോ അങ്ങനെയൊന്നും സംഭവിക്കാത്തൊരു ഏരിയ. പഠിച്ചിട്ടുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് എങ്ങനെയാണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്സൊക്കെ എന്ത് ചെയ്യുക, പ്രയാസമുള്ള ആൾക്കാർ ആ ടോപ്പിക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അതിൽ കൂടുതൽ സമയം കൊടുത്തിട്ട് അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ ഒരിക്കലും PSCയിൽ ഇന്ന ടോപ്പിക്ക് ഒഴിവാക്കുക അങ്ങനെ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല.